we move on to our next presentation, I am pleased to invite Ammu PD from SMHSS Cherai to take the stage. She will be presenting on the topic Role of Agriculture in Economic Growth and Career Opportunities, a theme that highlights how agriculture not only strengthens a nation's economy but also opens diverse and promising career paths for the younger generation. Good afternoon all, and I'm here to share the current status of agriculture and its career opportunities when we rectify its declines in our country and always in our state. So, agriculture seems as the concern requirement because the food is the basis of our life. Agriculture is one of the most important and oldest industry in human civilization, which involves food production, rearing of livestock for billions of people worldwide. It involves the food production, rearing of livestock, fisheries, forestry, and support economic growth. Beyond food production, agriculture provides raw materials to industries such as textiles, pharmaceuticals, and biofuels, making it central to global trade and development. So, in our Kerala, from green to grey, നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ ഒരു കാർഷിക രാജ്യം തന്നെയാണ്. എന്നാൽ നിലവിൽ കാർഷിക സമ്പത്തിൻ്റെ തോത് കുറഞ്ഞു വരികയാണ്. നമ്മുടെ കേരളത്തിൽ പോലും ഇതിന് വൻ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും rapid increase in urbanization. The farming fields are converted to housing, commercial buildings, roads, and tourism projects, and labor shortage. Mainly, the youths are not interested in farming. They prefer jobs like Gulf countries, IT, and service sector. Farming depends heavily on migrant laborers, so that increases the cost. And low interest among youth. Farming seems as more physical demanding, less attractive, and risky. So the aging farmer population lead to the decline in agricultural activity. And poor irrigation facility, insufficient modernization is also are the reasons for the decline of agriculture in Kerala. സോ ഒരു കൃഷിയനുബന്ധ മേഖല എന്ന് കേൾക്കുമ്പോൾ വളരെ പരമ്പരാഗതമായ ഒരു തൊഴിൽ വ്യവസായമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നാറുള്ളത്. പുതുതലമുറ കൃഷിയോടും അനുബന്ധ മേഖലകളോടും മുഖം തിരിക്കുന്നു എന്നാണ് കേൾക്കാറുള്ളത്. എന്നാൽ നിലവിൽ ഇന്ത്യയിൽ 50% ആളുകൾ കൃഷിയാണ് ഉപജീവന മാർഗമായി കണക്കാക്കാറുള്ളത്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് പോപ്പുലേഷൻ വർദ്ധിച്ചു വരികയും യൂസബിൾ ലാൻഡിന്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുന്നു. ഈ ഒരു അവസരത്തിൽ കൃഷിയിലും വൻ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അക്വാപോണിക്സ്, ടെറസ് ഫാമിംഗ്, വെർട്ടിക്കൽ ഫാമിംഗ് തുടങ്ങിയ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കൃഷി രീതികൾ ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി വെറും ഒരു റിസ്കി ആയിട്ടും അല്ലെങ്കിൽ കൂടുതൽ ഫിസിക്കൽ ഡിമാൻഡിങ് ചെയ്യുന്ന ഒരു കരിയറായിട്ടും കാണാണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൃഷിയിലൂടെ നമുക്ക് ലഭിക്കുമെന്ന് കാണിച്ചാൽ നമുക്ക് യൂത്ത്സിന് ഈ കൃഷിയിലുള്ള ഇൻട്രസ്റ്റ് കൂട്ടുകയും നമ്മുടെ ഡീക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചർ സെക്ടറിനെ നമുക്ക് വീണ്ടും പ്രോഗ്രസ് ആക്കുകയും ചെയ്യാം. സോ ഞാൻ ഇന്നിവിടെ കേരളത്തിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന അഗ്രികൾച്ചർ റിലേറ്റഡ് പ്രോഗ്രാംസിനെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. BSc in Agriculture, BSc Forestry, BSc Climate Change and Environmental Science, BSc Corporation and Finance Management. അതുപോലെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഗ്രാംസും നിലവിലുണ്ട്. BTech in Agriculture, BTech in Food Technology and BTech in Biotechnology. BTech in Biotechnology നീറ്റ് എക്സാം എഴുതി അതിൻ്റെ റാങ്ക് ബേസിസിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. എന്നാൽ BTech in Agriculture and BTech in Food Technology കീം എക്സാമിൻ്റെ ബേസിസിലാണ് അഡ്മിഷൻ നടക്കുന്നത്. കേരളത്തിൽ പ്രധാനമായും BSc അഗ്രികൾച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന 4 കോളേജുകളാണ്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി തിരുവനന്തപുരം, കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളാനിക്കര തൃശ്ശൂർ, കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ വയനാട്, കോളേജ് ഓഫ് അഗ്രികൾച്ചർ പടനക്കാട് കാസർഗോഡ്. ഈ 4 കോളേജുകളിലും നീറ്റ് എക്സാം എഴുതി അതിൻ്റെ റാങ്ക് ബേസിസിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. എന്നാൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം എഴുതിയതിന് ശേഷം കീമിൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇങ്ങനെ 85% സീറ്റുകളിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നു. ശേഷമുള്ള 10% സീറ്റുകളും CUT ഐക്കർ വഴിയായിരുന്നു മുൻപ് വരെ അഡ്മിഷൻ നടന്നിരുന്നത്. എന്നാൽ നിലവിൽ ശേഷമുള്ള 10% സീറ്റുകളിലേക്കും
മറ്റ് കേന്ദ്ര യൂണിവേഴ്സിറ്റികളിലേക്കും CUT എക്സാം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. BSc അഗ്രികൾച്ചർ പഠിച്ച വിദ്യാർത്ഥികളുടെ പ്രഥമ ലക്ഷ്യം PSc എഴുതി ഒരു ഗവൺമെന്റ് ജോബിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഇതിന് കാരണം ഗസറ്റഡ് ഒഴിവുകളിലേക്ക് വിളിക്കുന്ന PSc യോഗ്യതകളിൽ BSc ബിരുദാന്തര ബിരുദമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യതയായി കണക്കാക്കാറുള്ളത്. എന്നാൽ BSc അഗ്രികൾച്ചർ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒരു അണ്ടർ ഗ്രാജുവേഷന് ശേഷം തന്നെ ഗസറ്റഡ് ഒഴിവുകളിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്ത് എക്സാം എഴുതി കയറാവുന്നതാണ്. അതുപോലെ സ്റ്റേറ്റ് PSc എക്സാമുകളിലും ബാങ്കിംഗ് എക്സാമുകളിലും BSc അഗ്രികൾച്ചർ പഠിച്ച വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന അവസരങ്ങൾ നിരവധിയാണ്. സ്റ്റേറ്റ് PScകളിൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഓഫീസർ, അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ ഓഫീസർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ഡിസ്ട്രിക്ട് ഹോർട്ടിക്കൾച്ചർ ഓഫീസർ, ഡിസ്ട്രിക്ട് കെയിൻ ഓഫീസർ, അസിസ്റ്റന്റ് കൺസർവേറ്റർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് നേരിട്ട് തന്നെ അപ്ലൈ ചെയ്ത് എക്സാം എഴുതി കയറാവുന്നതാണ്. അതുപോലെ ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് മേഖലയിലും BSc ഗ്രാജുവേഷൻ കാത്തിരിക്കുന്ന അവസരങ്ങൾ വളരെ വലുതാണ്. ഫീൽഡ് ഓഫീസർ, റൂറൽ ഡെവലപ്മെന്റ് ഓഫീസർ, ജൂനിയർ അഗ്രികൾച്ചർ അസോസിയേറ്റ്, അഗ്രികൾച്ചർ ആൻഡ് പ്രൊബേഷണറി ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്ത് എക്സാം എഴുതി കയറാവുന്നതാണ്. BSc അഗ്രികൾച്ചർ, BSc കെമിസ്ട്രി, BSc മാത്സ്, BSc ഫിസിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു കോർ പേപ്പർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ BSc അഗ്രികൾച്ചറിന് ശേഷം ഹയർ സ്റ്റഡീസ്, PG സ്പെഷ്യലൈസേഷൻസ് നമുക്ക് ബയോടെക്നോളജി അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലൊക്കെ PG സ്പെഷ്യലൈസേഷൻസ് ചെയ്യാവുന്നതാണ്. അതായത് ബയോടെക്നോളജിയിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഡിഗ്രി എടുക്കുന്നതിന് പകരം BSc അഗ്രികൾച്ചർ ഡിഗ്രി നമ്മുടെ ബേസാക്കി വെച്ചുകൊണ്ട് ബയോടെക്നോളജി പോലുള്ള മേഖലകളിൽ ഹയർ സ്റ്റഡീസിന് PG സ്പെഷ്യലൈസേഷൻസ് ചെയ്യാവുന്നതാണ്. അതുപോലെ BSc അഗ്രികൾച്ചർ ഒരു 4 ഇയർ ഓണേഴ്സ് പ്രോഗ്രാമായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ സർവകലാശാലകളിലേക്ക് അപ്ലൈ ചെയ്ത് PG ഇന്ത്യക്ക് പുറത്ത് ചെയ്യാനുള്ള അവസരങ്ങളും നിരവധിയാണ്. നെതർലാൻഡ്സ്, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ BSc അഗ്രികൾച്ചറിൻ്റെ ഹയർ സ്റ്റഡീസിന് വളരെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് കാത്തിരിക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങൾക്കനുസരിച്ച് അതാത് രാജ്യങ്ങളുടെ ഇക്വാലൻസി എക്സാമുകൾ എഴുതേണ്ടി വരും. എന്നിരുന്നാലും BSc പുറത്ത് പോയിട്ട് ഒരു ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ BSc അഗ്രികൾച്ചർ ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് IIM ഓഫർ ചെയ്യുന്ന വളരെ മികച്ച ഒരു MBA പ്രോഗ്രാമാണ് അഗ്രി ബിസിനസ് മാനേജ്മെന്റ്. BSc അഗ്രികൾച്ചറിന് ശേഷം കാറ്റ് എക്സാം എഴുതി IIMകളിൽ ഈ MBA പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു എൻട്രി തന്നെ നമുക്ക് അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് ലഭിക്കുന്നതാണ്. വളരെ ഉയർന്ന സാലറി പാക്കേജിലാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ഇന്ത്യയിൽ വൻകിട കോർപ്പറേറ്റുകളായ ടാറ്റ, ബിർള പോലെയുള്ള ഗ്രൂപ്പുകളും അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയിൽ നിരവധി ഇൻവെസ്റ്റ്മെൻറ്റും R&Dയും നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കോഴ്സ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് നിരവധി അവസരങ്ങളാണ് ഈ മേഖലയിൽ കാത്തിരിക്കുന്നത്. ഇനി കൂടുതലായിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്നത് BSc അഗ്രികൾച്ചർ ശേഷം 2 വർഷത്തെ MSc കൂടെ ഈ മേഖലയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ MSc ചെയ്യുന്നതിനിടയിലോ PhD ചെയ്യുന്നതിനിടയിലോ സ്റ്റേറ്റ് PSc എക്സാമുകളും ബാങ്കിങ് എക്സാമുകളും ഇതിന് കൂടെ തന്നെ എഴുതുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് PScയിലോ ബാങ്കിങ് മേഖലയിലോ ജോലി കരസ്ഥമാക്കി അങ്ങോട്ട് മാറാവുന്നതാണ്. IT സെക്ടർ, BSc അഗ്രികൾച്ചർ ഗ്രാജുവേറ്റ്സിന് IT സെക്ടറിൽ വളരെ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കാത്തിരിക്കുന്നത്. ഡ്രോൺ ടെക്നോളജി, റോബോട്ടിക്സ് ഇൻ അഗ്രികൾച്ചർ, ആപ്പ് ഡെവലപ്മെൻറ്റ്. ഡ്രോൺ ടെക്നോളജി, ലാർജ് സ്കെയിൽ ഫെർട്ടിലൈസേഷൻസ് ഒക്കെ ഡ്രോൺ ടെക്നോളജി അഗ്രികൾച്ചർ സെക്ടറുമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നാഷണൽ ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പ്രോഗ്രാംസ് നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിൻ്റെ മാർക്കറ്റ് കണ്ടെത്തുന്നതിനും കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി നിരവധി ആപ്പുകളും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റോബോട്ടിക്സ് ഇൻ അഗ്രികൾച്ചർ വളർന്നു വരുന്ന ഒരു മേഖല തന്നെയാണ്. അതുകൊണ്ട് തന്നെ BSc ഗ്രാജുവേറ്റ്സിന് IT സെക്ടറിലും വളരെ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് കാത്തിരിക്കുന്നത്. ഇതൊന്നുമല്ലാത്ത പക്ഷം ഒരു ഓൺട്രപ്രണർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ബിസിനസ് മൈൻഡുള്ള ആളാണെങ്കിൽ അഗ്രി ബിസിനസ് ഇന്ന് ഇന്ത്യയിൽ തുറന്നു വയ്ക്കുന്ന സാധ്യതകൾ വളരെ വലുതാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഗ്രോ ചെയ്തു വരുന്ന, ഇന്ത്യൻ വേൾഡ് മാർക്കറ്റിൽ ലീഡ് ചെയ്യുന്ന നിരവധി ഇന്ത്യൻ പ്രൊഡക്ട്സുകളുണ്ട്. ഇതിൻ്റെ എല്ലാം വാല്യൂ ആഡഡ് മെറ്റീരിയൽസും പ്രൊഡക്ട്സും ഡെവലപ്പ് ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു വരുമാനം തന്നെ അഗ്രി ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് അവരവർ തിരഞ്ഞെടുക്കുന്ന മേഖലകൾ വ്യത്യാസമാണ്. എന്നാൽ അഗ്രികൾച്ചർ അത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ബോണ്ട് തന്നെയാണ്.
സോ കൃഷിയോടും അനുബന്ധ മേഖലകളോടും സമൂഹത്തോടും സഹജീവികളോടും ഒരു എമ്പത്തറ്റിക് ഫീലുള്ളവരാണ് നിങ്ങളെങ്കിൽ BSc അഗ്രികൾച്ചർ പോലെയുള്ള കോഴ്സുകൾ ഈ കാർഷിക മേഖലയിൽ വളരെ നല്ല ഒരു കരിയർ കെട്ടിപ്പടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് മൈ പ്രസന്റേഷൻ. താങ്ക് യു. Thank you, Ammo. Your presentation on the role of agriculture in economic growth and future career opportunities. Your study emphasizes the historical and ongoing importance of scientific innovation and sustainable farming practices like aquaponics, vertical farming, hydroponics. What strategies can be implemented to integrate these modern agriculture techniques into mainstream farming, education, and practice? So, first of all, the youths are not taking this agriculture as a better job. So, we should aware about the job opportunities about in this career. So, while we are in the practice or we are studying for this type of courses related BSc agriculture, we should integrate the more IT facilities or something more internet facilities in this agriculture, and we can give some practices to youths to use these types of modern techniques in agriculture, and through that we can improve our economic growth and there's sustainable agricultural progress in our state and all over in our nation. Good. The paper concludes that strengthening agriculture education, promoting modern technologies, and fostering private-public partnerships are essential for national development and food security. How can the educators and industry stakeholders implement these recommendations to ensure sustainable growth in agriculture? Like in India, we know that the Tata, Birla are very large cooperative companies in India. So they are also interested to implement some the investments in this agriculture field. So that's it will help more about the development, and it seems more economic stable for that growth in about the education sector and also for the practicals. So in these types of companies, when they are ready to invest their part in this sector, we can always develop or increase the economic and the sustainable farming for them. Thank you, Ammo.